ഓക്കെ സ്റ്റുഡൻസ്, ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന യൂണിറ്റ് 17 അല്ലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ വർക്കിംഗ് ക്യാപിറ്റലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ഈ സെക്ഷനിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതിൻ്റെ പ്രോബ്ലംസ് ആണ്. നമുക്കറിയാം രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ റിക്വയറിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ഫണ്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പ് ഫണ്ടുകളുണ്ട്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ, അതായത് ഫണ്ട് എന്നല്ല, അതായത് ഇപ്പോൾ നമ്മൾ പ്ലാന്റ് മെഷീനറിയൊക്കെ മേടിച്ചത് അത് ഫിക്സഡ് ക്യാപിറ്റലാണ്. അതെന്താണ്, ബിസിനസ്സിൻ്റെ ലോങ് ടൈമിലോട്ട് വേണ്ടി റിക്വയർ ആകുന്ന ഫണ്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റമാണ് ഫിക്സഡ് ക്യാപിറ്റൽ. അതിനെപ്പറ്റി നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നാണ്. വർക്കിംഗ് ക്യാപിറ്റൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പനിയുടെ ഡേ ടു ഡേ എക്സ്പെൻസുകൾ ഉണ്ടാകും, അതായത് ദിവസേന നമുക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഒരു ഫാക്ടറി ആണെങ്കിൽ അവിടെ ഓരോ പ്ലാന്റുകൾ മെഷീനറീസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടി വരും, പെട്രോൾ ഡീസൽ അങ്ങനെയുള്ള ഐറ്റംസ് വേണ്ടി വരും. ഇതൊക്കെ ഡെയിലി വേണ്ട ഐറ്റംസ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഫണ്ട് വേണം. അങ്ങനെ മാറ്റി വെക്കുന്ന ഫണ്ടാണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ നമ്മൾ വായിക്കുന്നില്ല. മെയിനായിട്ട് എന്താ, ഫിനാൻസ് ഇറ്റ്സ് ഡേ ടു ഡേ ഓപ്പറേഷൻ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. എത്ര രൂപ നമുക്ക് അതിനായിട്ട് നമ്മൾ ഫണ്ട് സെറ്റ് ചെയ്ത് വെക്കണം, അതായത് ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര രൂപ ഫണ്ട് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് ഇതൊരു സിമ്പിളായിട്ട് ഒരു ചാപ്റ്റർ ആയിരിക്കും. കാരണം എന്തൊക്കെയാണ് കറണ്ട് അസറ്റ്, എന്തൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് അറിയണം. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിത്തിൻ 12 മന്ത്സിന് അകമുള്ള, അതായത് 12 മന്ത്സ് വരെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന അസറ്റുകളിനെ നമുക്ക് എന്താ പറയാം, കറണ്ട് അസറ്റ് എന്ന് പറയാം. പിന്നെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം, ഒരു 12 മന്ത്സിനുള്ളിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്ന ലയബിലിറ്റീസിന് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം സിമ്പിളായിട്ട് അല്ലേ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ ഉണ്ട്. ക്യാഷ്, ഇൻവെൻ്ററീസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസിനെ നമുക്ക് കറണ്ട് അസറ്റ് എന്ന് പറയാം. ഇനി കറണ്ട് ലയബിലിറ്റി എന്തൊക്കെയാണ്, അക്കൗണ്ട് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ഡിവിഡൻഡ് പേയബിൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളായിരിക്കും. കാരണം എന്താ, തേർഡ് ഇയറിൽ ആണ്, ബികോമിലെ തേർഡ് ഇയറിലും BBA സെക്കൻഡ് ഇയറിലും വരുന്ന സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓൾറെഡി FA ഒക്കെ പഠിച്ചവർ ഇത് അറിയാവുന്നതാണ്. വെറുതെ ഡീറ്റെയിൽ ചെയ്ത് ടൈം കളയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് നേരെ ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് XYZ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നു. ഇനി ഫസ്റ്റ് ഇവിടെ നമ്മൾ നോക്കേണ്ട ഫസ്റ്റ് എന്താ, റോ മെറ്റീരിയൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. റോ മെറ്റീരിയൽ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ, 300 റോ മെറ്റീരിയൽ വരുന്നത്. റോ മെറ്റീരിയൽ എത്ര വരുന്നുണ്ട്, 300 വരുന്നുണ്ട്. ഇനി ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 100 വരുന്നത്. ഇതെന്താ, ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എംപ്ലോയിന് കൊടുക്കുന്ന കൂലി. ഇതെന്താ, റോ മെറ്റീരിയൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അതായത് എന്താ, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, റോ മെറ്റീരിയൽ വേണം. ചിലപ്പോൾ A എന്ന് പറയുന്ന റോ മെറ്റീരിയലും B എന്ന് പറയുന്ന റോ മെറ്റീരിയലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, X എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള റോ മെറ്റീരിയൽ അതിന് വേണ്ടി മേടിച്ചു, അതായത് ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു യൂണിറ്റിന് വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റാണ്, റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ് എന്ത്, 300 എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചോട്ടെ. ഓക്കെ, സിമ്പിളായിട്ട് പറയാം. റോ മെറ്റീരിയൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റോ മെറ്റീരിയൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ റോ മെറ്റീരിയൽസ് വേണം. ശരിയല്ലേ. അതായത് ഒരു എക്സാമ്പിൾ, ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ചായപ്പൊടി വേണം. ശരിയല്ലേ, ചായപ്പൊടി വേണം, പിന്നെ പഞ്ചസാര വേണം അല്ലേ, പിന്നെ വേണ്ടത് എന്താ, പാല് വേണം. ഈ 3 ഐറ്റംസ് ഉണ്ടെങ്കിലാണ് പിന്നെ എന്താ, ഗ്യാസ്, ആ ഐറ്റം വേണം. അത് പിന്നെ കൂട്ടണ്ട.
ഓക്കെ, ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, ടീ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ടീ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ടീ 1 മിനിറ്റ്. ഓക്കെ, ടീ ഉണ്ടാക്കണമെങ്കിൽ നമുക്കപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിന് പറയുന്നതാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിന് നമുക്ക് 300 വേണ്ടത്. ഓക്കെ, 300 എന്താണ്? 300 യൂണിറ്റ്സ് അല്ല, 300 റുപ്പീസ്, 300 രൂപ വേണം. ഓക്കെ, ഇനി ഡയറക്റ്റ് ലേബർ എത്ര വേണം? അതായത് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലി, ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലിനെ പറയണതാണ് എന്ത്? ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. അതെന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, അതായത് റോ മെറ്റീരിയലൊക്കെ എന്താ ഡയറക്റ്റ് ആയിട്ട് തന്നെ, ഡയറക്റ്റ് ഇത് രണ്ടും എന്താ ഡയറക്റ്റ് ആയിട്ട് തന്നെ എക്സ്പെൻസാണ്. അല്ലാണ്ട് എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ചായ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൊമോഷൻ ചെയ്യണം. അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്താണ്? ഈ 200 എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കോസ്റ്റ് ചിലവാക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ചായ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ 600 രൂപയാണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടി വരുന്ന കോസ്റ്റ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്തതിൽ നമ്മുടെ ഈ പറയണ കാര്യം സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുകയാണ്. ഈ സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത് എത്രയാണെന്ന് നോക്കണം. 700 ആണ് നമുക്ക് തന്നിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ എത്രയാ? ടോട്ടല് 600 നമുക്ക് തന്നേക്കണത്. ടോട്ടല് നമുക്ക് എത്രയാ? 600 തന്നേക്കാണ്. എന്നിട്ട് ഇവിടെ പറയുന്നു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 700 ആണെന്ന്. എടാ, അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പില്ലേ, ഇതിൻ്റെ ഇടയിൽ എത്ര രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്? ഇതിൻ്റെ ഇടയിൽ എത്ര രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്? എടാ, 700 - 600 എത്ര? 100 രൂപയുടെ ഡിഫറൻസിൽ ഇതെന്തായിരിക്കും? നമ്മൾ വിൽക്കുന്നത് 700 രൂപയ്ക്ക്, നമുക്ക് ഉണ്ടാക്കുന്ന കോസ്റ്റ് 600 രൂപ. അപ്പോൾ ഇത് എന്താ? പ്രോഫിറ്റാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്താ ചിന്തിക്കണം. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാലാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് തന്നേക്കണം എത്ര? 1,56,000 യൂണിറ്റ്. ഇതുവരെയും നമുക്ക് തന്നത് 300 എന്ന് പറയുന്നത് എന്താ? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇതൊക്കെ എന്താ? ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റാണ്. ആക്ച്വലി നമ്മൾ ഒരു വർഷം നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 1,56,000 യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽ ഒരു വർഷം നമുക്ക് എത്ര ടോട്ടൽ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? 1,56,000 യൂണിറ്റ് ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് ആയിട്ടുള്ള 300 ആയിട്ട് ഇൻറ്റു ചെയ്താൽ പോരെ? മതി. അതാണ് സംഭവം. ഓക്കെ, ഇനിയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മെയിൻ ഐറ്റത്തിലോട്ട് വന്നത്. റോ മെറ്റീരിയൽ ഇവിടെ പറയണ നോക്കിയേ എത്രയാ? 4 വീക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോ മെറ്റീരിയൽ. എടാ, നമുക്കിപ്പോൾ ഒരു റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. അത് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നത് വെറും 4 വീക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് എന്താവും? ചിലപ്പോൾ അത് നമ്മൾ വല്ല മറിച്ച് വെക്കുക, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡായി മാറും. അപ്പോൾ ഈ 4 വീക്ക് മാത്രമായിരിക്കും നമ്മുടെ ഫെയിമിൽ, അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇരിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ചിലവല്ലേ നമുക്ക് വരുള്ളൂ. ആ റോ മെറ്റീരിയൽ ഇരിക്കുന്നതിന് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ചിലവ്? കാരണം എന്താ? ഇത് വെക്കാനുള്ള സ്ഥലം വേണം, അങ്ങനെയുള്ള ഐറ്റം, അങ്ങനെയുള്ള ചിലവുണ്ട്. ഇതിനോട് റിലേറ്റ് ചെയ്തല്ല, ഇത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നിങ്ങൾ അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, ഈ 300 എന്ന് പറയുന്നത് ഇതെന്താ? ഒരു യൂണിറ്റ് ഒരു വർഷത്തേക്കാണ് അല്ലേ? അതിൽ എത്ര നാൾ മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായത് 300 × 4 ഒരു വർഷം എത്ര വീക്ക് ഉണ്ട്? 52 വീക്കാണുള്ളത്. അതെന്താ? ബേസിക് നോളജാണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറയണ്ട കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ ഈസ് ഫോർ 52 വീക്ക്. തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ചിന്തിക്കണം. അതായത് പിന്നെ അതുപോലെ എന്താ? ഒരു വർഷം 365 ഡേയ്സ്. ഇതൊക്കെ തന്നെന്നില്ല, ഇതൊക്കെ എന്താ കോമൺ സെൻസ് ആണ് അല്ലേ? ബേസിക് നോളജാണ്, നമുക്ക് അറിയണം. അപ്പോൾ 1,56,000 തന്നിരിക്കണം. എന്തിനാ? ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ടോട്ടലിലോട്ട് ആക്കണം. തന്നിട്ടില്ലെങ്കിൽ എന്താ? പെർ യൂണിറ്റ് തന്നെ കണ്ടുപിടിച്ചാൽ മതി. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മെറ്റീരിയൽ 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ലേബർ 50%, ഓവർ ഹെഡ് ആവറേജ്. ഓക്കെ, ഓവർ ഹെഡ് ആവറേജ് എന്ന് പറയുന്നത് 50% ആണ് ഉദ്ദേശിക്കുന്നത്, 2 വീക്സ്.
ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ചിലപ്പോൾ ഈ പേഴ്സൻറ്റേജ് തന്നിട്ടില്ലെങ്കിലും ഈ പേഴ്സൻറ്റേജ് തന്നെയായിരിക്കും ജനറലി നമ്മൾ യൂസ് ചെയ്യണത്. വർക്കിംഗ് പ്രോഗ്രസ്സിന് എപ്പോഴും ഒരു പേഴ്സൻറ്റേജ് ഉണ്ട്. മെറ്റീരിയലിന് 100, ലേബറിന് 50, ഓവർഹെഡ് 50. ഇത് നോർമലി ഇങ്ങനെയാണ്. ക്വസ്റ്റ്യനിൽ എന്താണോ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്താ പറയണം അതുപോലെ ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ സാധിക്കും. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മൾ പ്രൊഡക്റ്റ് ഫിനിഷഡ് ആയിട്ട് ഒരു ഗുഡ്സ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് അത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് 4 വീക്കാണ്. ഇതിൻ്റെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ തരില്ല. ഇത് വാല്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതുപോലെ ക്രെഡിറ്റ് അലോവഡ് ബൈ സപ്ലയർ ആവറേജ്. എടാ ക്രെഡിറ്റ് അലോവഡ്, കടം അലോവ് ചെയ്ത ആരാണ്? സപ്ലയർ ആണ്. അതായത് എന്താ, നമുക്ക് കടം തന്നേക്കണം, നമ്മുടെ ബിസിനസ്സിന് കടം തന്നേക്കുന്നവരാണ്. അതെന്തിനായിരിക്കും? എടാ റോ മെറ്റീരിയലായിരിക്കും നമ്മൾ കടമായിട്ട് വാങ്ങുന്നത്. ഓക്കെ അല്ലേ, ശരിയല്ലേ? നമ്മൾ മെറ്റീരിയലാണ് എന്താവുന്നത്, ക്രെഡിറ്റ് വാങ്ങുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ തിരിച്ച് കൊടുക്കേണ്ട സമയം എത്രയാണ്? 4 വീക്ക്. അവർ പ്രൊവൈഡ് ചെയ്തേക്കണം 4 വീക്കാണ്. 4 വീക്കിനകം കൊടുക്കണം. ഇനി ക്രെഡിറ്റ് അലോവഡ്, അതിന് ക്രെഡിറ്റ് അലോവഡ് കടം അലോവ് ചെയ്തേക്കണമായിരിക്കാം 2. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. 2 ഡെപ്റ്റേഴ്സിനാണ് ക്രെഡിറ്റ് അലോവ് ചെയ്തിരിക്കുന്നത്. അതായത് എന്താ, നമ്മുടെ ബിസിനസ്സിലും ഇത് നമുക്ക് എന്താ ക്രെഡിറ്റേഴ്സ്, നമുക്ക് സപ്ലയേഴ്സ് നമുക്ക് ക്രെഡിറ്റ് തരുന്നുണ്ട്. അതുപോലെ എന്താ, നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട. അതിന് നമുക്ക് എന്താ പറയുക, ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. 8 വീക്കാണ് നമ്മൾക്ക് സമയം കൊടുക്കുന്നത് പേയ്മെൻറ്റ് ചെയ്യാൻ. ഇനി വേജസ്, നമ്മളെന്താ പറഞ്ഞു, ഓരോ യൂണിറ്റിൻ്റെ എംപ്ലോയീസ് വേണ്ട നമ്മുടെ കമ്പനിയിൽ, ലേബേഴ്സ് വേണം. അപ്പോൾ ലേബേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റിൽ എന്ത് സംഭവിച്ചു? ലാഗ് വന്നിട്ടുണ്ട്. ലാഗ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താ, ഔട്ട്സ്റ്റാൻഡിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്. ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് വേജസിലെ സെയിം സാധനം, ഔട്ട്സ്റ്റാൻഡിങ് വേജസിലെ ആ സെയിം സാധനം തന്നെയാണ്. ക്യാഷ് അറ്റ് ബാങ്ക്, ഇതെന്താ കറണ്ട് അസറ്റ് അല്ലേ? 2 ലക്ഷം എന്താ, ഒരു വർഷം ത്രൂ ഔട്ട് ദ ഇയർ കറണ്ട് അസറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചെയ്യണ ആൻസറും ഈ ആൻസറും വ്യത്യാസം ഉണ്ടാകും, പക്ഷേ ഫൈനൽ ആൻസർ കറക്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ടോട്ടൽ യൂണിറ്റ്സ് എടുത്താണ് ചെയ്യണത്. ഇവർ എന്ന് പറയുന്നത് ഒരു വീക്കിലെ യൂണിറ്റ്സ് 3000 ആണ് എന്ന് പറഞ്ഞ രീതിയിലാണ് എടുത്തേക്കണത്. അപ്പോൾ എൻ്റെ നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് ചെയ്യാം. എൻ്റെ നോട്ട് എന്ത് ചെയ്യുക, കോൺസെപ്റ്റിന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോൺസെപ്റ്റ് കുറച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഫിനിഷ്ഡ് ഗുഡ്സ് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ്. എടാ ഞാൻ നേരത്തെ പറഞ്ഞു, ഫിനിഷ്ഡ് ഗുഡ്സിൽ നമുക്ക് പൊതുവേ എമൗണ്ട് തരാറില്ല. അപ്പം നമ്മൾ അത് എങ്ങനെ വാല്യൂ ചെയ്യണം? ഫിനിഷ്ഡ് ഗുഡ്സ്, FG എന്ന് പറഞ്ഞാൽ എന്താ? ഫിനിഷ്ഡ് ഗുഡ്സ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലല്ല ഈ ക്വസ്റ്റ്യനിൽ എന്താ, ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ട്, ശരിയല്ലേ? ഇത്ര നാളാണ് ഫിനിഷ്ഡ് ഗുഡ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ മേലെടുക്കണം? ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നമുക്ക് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മെറ്റീരിയൽ, ഒരു യൂണിറ്റിന് 50 രൂപയുടെ മെറ്റീരിയൽ വേണം. ലേബറായിട്ട് 50 രൂപ തൊഴിൽ കാശ് കൊടുക്കണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓവർ ഹെഡ് ആയിട്ട് എത്ര കൊടുക്കണം? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് 50 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോസ്റ്റ്, അപ്പോൾ ഈ 50 കൂട്ടി കഴിയുമ്പോൾ എത്ര വരും? 150 കോസ്റ്റ് വരും. ഇതിൻ്റെ ഒപ്പം പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ഒരു 50 ആഡ് ചെയ്താൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 200 ആയിരിക്കില്ലേ? അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ മേളിൽ വേണോ? എടാ, അതായത് ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഇറക്കി അതിൻ്റെ എല്ലാ പണികളും ചെയ്ത്, അതായത് നിങ്ങളൊരു ഫോൺ ഉണ്ടാക്കുന്നു, ഒരു ഫോണിൻ്റെ പൂർണ്ണ രൂപമില്ലേ, ഒരു ഫോണിൻ്റെ പൂർണ്ണ രൂപത്തെ നിങ്ങൾക്ക് എന്ത് പറയാം? എടാ, ഒരു ഫോൺ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അല്ല, ഫോൺ വേണ്ട, ഫോണിൻ്റെ റോ മെറ്റീരിയൽസ് എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ ടീ തന്നെ എടുക്കാം. ടീയിൽ എന്താ? ചായപ്പൊടി അല്ലേ? ചായപ്പൊടി, തൈല, പഞ്ചസാര. ഓക്കെ, ഈ 3 മെറ്റീരിയൽ കൂടി ഇട്ട് കഴിഞ്ഞ് പാലുണ്ടല്ലേ? ഓക്കെ, പാല്, ഇതും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാക്കണത്? ചായ എന്ന് പറയുന്ന, ടീ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം, ഇതിനെ നമുക്ക് എന്താ പറയാം? ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഫിനിഷ്ഡ് ഗുഡ് ചായ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് 8 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഇത് വിൽക്കണത് 10 രൂപക്കാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പോൾ ഞാനിത് 8 രൂപയുടെ മേളിലാണോ ഫിനിഷ്ഡ് ഗുഡ് കണ്ടുപിടിക്കേണ്ടത്? 10 രൂപയുടെ മേളിലാണോ? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ചായ ഉണ്ടാക്കാൻ എത്ര രൂപയാണോ ചിലവ് ആക്ച്വലി വരുന്നത് അതിൻ്റെ മേളിലാണ് എടുക്കാൻ. അതായത് എത്രയാണത്? അത് എന്ന് പറയുന്നത് എത്രയാണ്? 8 അല്ലേ? അത് എന്ന് പറയുന്നത് എത്രയാണ്? 8 രൂപയാണ്. ഓക്കെ, 10 ആണോ? 10 അല്ല, 10 വിൽക്കുന്നത് വിലയല്ലേ? അപ്പോൾ നമ്മൾ ഇത് എടുക്കേണ്ട എന്തിൻ്റെ മേളിലാണ്?
എടാ എടുക്കേണ്ട എന്തിൻ്റെ മേളിലാടാ? പറയൂ പറയൂ പറയൂ. എടാ എടുക്കേണ്ടത് കോസ്റ്റിൻ്റെ മേളിലാണ്. അതാണ് ഇവിടെ എഴുതിയാണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ്. മനസ്സിലായെന്ന് കരുതുന്നു. നോട്ട് ജസ്റ്റ് ഒന്ന് വായിക്കുക. എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇനി ഡിപ്രിസിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യണം. കാരണം എന്താ? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എന്താ? നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ശരിയല്ലേ? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അത് ഒഴിവാക്കണം. എടാ ഇതെന്താ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. കറൻറ്റ് അസറ്റുകളും കറൻറ്റ് ലൈബിലിറ്റി. അവിടെ നോൺ ക്യാഷ് എക്സ്പെൻസുകൾ എടുക്കില്ല. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ഡെപ്റ്റേഴ്സ് വാല്യൂഡ് ഡെപ്റ്റേഴ്സ് നമ്മൾ ഓക്കെ ഡെപ്റ്റേഴ്സ് വരുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് വാല്യൂഡ് അറ്റ് റോ മെറ്റീരിയൽ. എടാ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു. ഓക്കെ ചായയുടെ കേസിലോട്ട് തന്നെ വരാം. ചായ വേണമെങ്കിൽ ചായ വേണമെങ്കിൽ ചായപ്പൊടി വേണം. ഓക്കെ ചായപ്പൊടിയും തേയില ഒന്നായിരുന്നു കേട്ടോ, അത് വ്യത്യാസമുണ്ട്. ഇനി എന്നെ കളിയാക്കണ്ട. ഓക്കെ തേയില വായിച്ചളഞ്ഞേക്കാം, പെട്ടെന്ന് പറഞ്ഞാൽ മാറിയതാ. ഓക്കെ അപ്പം തേയില വേണം, പഞ്ചസാര വേണം, പാല് വേണം. ഈ 3 റോ മെറ്റീരിയൽസാണ് വേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് നമുക്ക് തന്നെ ആരാ? സപ്ലയർ നമുക്ക് സപ്ലൈ ചെയ്ത് തരും അല്ലേ? സപ്ലയർ നമ്മൾ സപ്ലൈ തരും. അപ്പം നമ്മൾ ഇവരുടെ അടുത്ത് എന്ത് പറയും? അപ്പോൾ ഇവർ നമ്മളുടെ അടുത്ത് എന്ത് പറയും? ഒരു പണി നിങ്ങൾ ഇപ്പോൾ കാശ് തരണ്ട, 4 ആഴ്ച കഴിഞ്ഞിട്ട് കാശ് തന്നാൽ മതി എന്ന് പറയും. ഓക്കെ പൊതുവേ എന്താണ്? നമ്മൾ മെറ്റീരിയലിനായിരിക്കും ക്രെഡിറ്റ് എടുക്കുന്നത്. ആ ഒരു ചിന്ത മതി. ആ ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊന്നും കാണാപ്പാടം പോലും പഠിക്കേണ്ട. മെറ്റീരിയലിന് നമ്മൾ എന്ത് ചെയ്യും? മെറ്റീരിയൽ പൊതുവേ നമ്മൾ വാങ്ങുന്നത് കടത്തിനായിരിക്കും, സപ്ലൈസിൻ്റെ ഇത്. അപ്പോൾ അത് വാല്യൂ ചെയ്യേണ്ട എന്തിൻ്റെ മേളിലാണ്? എന്തിൻ്റെ എമൗണ്ടിൻ്റെ മേളിലാണ്? മെറ്റീരിയലിൻ്റെ മേളിൽ. മെറ്റീരിയലിന് നമുക്കിവിടെ ഒരു 8 രൂപ എന്ന് പറയുന്നത് എല്ലാ കോസ്റ്റും കൂട്ടുക. പക്ഷെ മെറ്റീരിയലിന് മാത്രം നമുക്കൊരു 5 രൂപ തന്നെ ഉണ്ട്. അപ്പോൾ എന്തിൻ്റെ മേളിൽ വാല്യൂ ചെയ്യണം? ക്രെഡിറ്റേഴ്സ് ഈ 5 രൂപയുടെ മേളിൽ വേണം വാല്യൂ ചെയ്യാൻ. ഓക്കെ എടാ 8 എന്ന് പറയുന്നത് മൊത്തം ഈ 8 എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ എക്സാമ്പിൾ അടുത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് മനസ്സിലാവാൻ പറയുന്നുള്ളൂ. ഈ 8 എന്ന് പറയുന്നത് എന്തിനായിരിക്കും? കോസ്റ്റ് മെറ്റീരിയൽ, അതുപോലെ നിങ്ങൾക്ക് എന്താ ഗ്യാസിൻ്റെ ചിലവ്, അങ്ങനെ ഇലക്ട്രിസിറ്റി, അതൊക്കെ കൂട്ടിയിട്ട് 8. പക്ഷെ നമ്മുടെ മെറ്റീരിയൽ മാത്രമല്ല 5 4 വരുള്ളൂ. അപ്പോൾ അതിൻ്റെ മേളിൽ എടുത്താൽ മതി. അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ്. ഡെപ്റ്റേഴ്സ് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റിൽ ആണ്. അതായത് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ ഇതല്ലേ നമ്മുടെ എക്സാമ്പിൾ. ഡയറക്റ്റ് മെറ്റീരിയൽ 50, ഡയറക്റ്റ് ലേബർ 50, ഓവർ ഹെഡ്. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് 150. നമുക്ക് ഈ ഡെപ്റ്റേഴ്സ് വാല്യൂ ചെയ്യുമ്പോൾ വേണമെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ വാല്യൂ ചെയ്യുക. ഇവിടെ എത്ര പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 200 സെല്ലിംഗ് പ്രൈസ്. വേണമെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് 200, ഇത്ര യൂണിറ്റ്സ് വിറ്റു ഇൻറ്റു എത്ര നാൾ ആ ഡെപ്റ്റേഴ്സ്. അതായത് ഇപ്പോൾ ഡെപ്റ്റേഴ്സ് എന്താ 1 വർഷം ത്രൂ ഔട്ട് ദ ഇയർ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഈ പറയണത് അതുപോലെ ചെയ്യേണ്ടി വരും. അതിപ്പോൾ പറയുന്നില്ല. ഓക്കെ അപ്പം നമുക്ക് കോസ്റ്റിൽ വേണമെങ്കിൽ വാല്യൂ ചെയ്യുക, സെല്ലിംഗ് പ്രൈസ്. ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോസ്റ്റിൽ തന്നെ ആഡ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസിൽ പറയണമെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ക്വസ്റ്റ്യനിൽ പറയണ പോലെയാണ്. നോർമലി കോസ്റ്റിലാണ്. അത്ര ശ്രദ്ധിച്ചാൽ മതി. ഈ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഓക്കെ അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞായിരുന്നു, അത് ഡിസ്കസ് ചെയ്ത് ഇപ്പം മറന്നോന്ന് അറിഞ്ഞൂടാ. ഓക്കെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിക്കാം കേട്ടോ. ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കാം. ഓക്കെ പോസ് ചെയ്യുക, വായിക്കുക, ഒന്ന് പോസ് ചെയ്യുക, വായിക്കുക ബാക്കിയും കൂടി. എന്നിട്ട് ആൻസറിലോട്ട് കിടക്കാം. നിങ്ങൾ ചിലപ്പോൾ മറന്നുണ്ടാവും ഞാൻ അതിൻ്റെ ഇടയിൽ കോൺസെപ്റ്റ് പറഞ്ഞ കാരണം. ഓക്കെ മൈ മിസ്റ്റേക്ക്. ഓക്കെ ഞാൻ ഇത് സെറ്റ് ചെയ്യട്ടെ. ജസ്റ്റ് മിനിറ്റ്. ഇതാകം മെർജായിപ്പോയി. ഓക്കെ കിട്ടി. ഓക്കെ നമുക്ക് ചെയ്യാം.
എടാ അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കണം? ഹെഡിങ് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് മിനിറ്റ് ഒന്നുകൊണ്ട് മീറ്റ് ചെയ്യാം, വണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെ ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് കൊടുക്കുക. ഇനി ഫസ്റ്റ് എന്ത് ചെയ്യുക? CA കറണ്ട് അസറ്റ് എന്ന് നിങ്ങൾ ഒരു ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് കറണ്ട് അസറ്റുകൾ എന്തൊക്കെയാണ് അത് എഴുതുക. ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താ കറണ്ട് അസറ്റ് ആയിട്ടുള്ളത്? റോ മെറ്റീരിയൽ ഉണ്ട്. റോ മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട് 300 ആണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്, അല്ലെ? 300 ആണ് റോ മെറ്റീരിയൽ. അപ്പോൾ 300 ചെയ്താൽ അതെന്താ? പക്ഷേ അത് ഒരു യൂണിറ്റിന് വരുന്ന റോ മെറ്റീരിയൽ കോസ്റ്റാണ് 300. ഒരു വർഷം നമ്മൾ 1,56,000 യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യേണ്ടത് 1,56,000 ഇൻറ്റു, അപ്പോൾ എന്ത് ചെയ്യണം? 300 ഇൻറ്റു 1,56,000 ചെയ്യണം. അത് ചെയ്തു. ഇൻറ്റു അത് മാത്രം മതിയോ? പറ്റില്ല. കാരണം എന്താ? റോ മെറ്റീരിയലിൻ ആവറേജ് സ്റ്റോക്ക് ഇവിടെ തന്നേക്കുന്നുണ്ട് 4 വീക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് റോ മെറ്റീരിയൽ നമ്മൾ 4 വീക്ക് മാത്രമേ നമ്മുടെ കമ്പനിയിലുള്ളൂ. അപ്പോൾ ആ 4 വീക്കിൻ്റെ മാത്രം എടുത്താൽ മതി, ഒരു വർഷം മൊത്തം എടുക്കണ്ട. അപ്പോൾ അങ്ങനെ എടുക്കാൻ എന്ത് ചെയ്യണം? 4/52 ചെയ്യണം. ഒരു വർഷം 52 വീക്ക് ഉണ്ടായാലും 4 വീക്ക് മാത്രമേ നമ്മുടെ ഉള്ളൂ. അപ്പോൾ ഒരു വർഷത്തിൻ്റെ എമൗണ്ട് വേണ്ട. ഇപ്പം നിങ്ങൾ 300 ഇൻറ്റു 1,56,000 ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം ത്രൂ ഔട്ട് ഇയർ എമൗണ്ടാണ് കിട്ടുന്നത്. അത് നമുക്ക് വേണ്ട, 4 വീക്കിൻ്റെ മാത്രം മതി. ഇനി അടുത്തത് എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ല, സോറി, ഡയറക്റ്റ് ലേബർ ഉണ്ടല്ലേ? ഡയറക്റ്റ് ലേബർ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആദ്യം പറ. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ലയബിലിറ്റി ആണ്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്, അതുകൊണ്ട് കറണ്ട് അസറ്റിൽ എഴുതി. ഈ ഡയറക്റ്റ് കറണ്ട് ലയബിലിറ്റി എവിടെ കൊണ്ടുപോയി കാണിക്കണം? ഇവിടെ കാണിക്കണം അല്ലേ? എടാ എന്താണ് ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ? എന്താ? വേജ്, അതുകൊണ്ടാണ് വേജ് എന്ന് എഴുതിയേക്കണത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയിൽ എഴുതാൻ കാരണം എന്തായിരിക്കും? വേജസ് എല്ലാം നമുക്കുണ്ട് കറണ്ട് ലയബിലിറ്റി അല്ല, അങ്ങനെയല്ല. നമുക്ക് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. അതായത് കൊടുക്കാനുള്ള സാധനം നമുക്ക് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ലേബർ എഴുതുന്നത്. സോ അവിടെ എന്ത് ചെയ്യുക? കൊടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. അപ്പോൾ എന്തായാലും ഇതിൽ ഒരു ഐറ്റം പറയണ്ടാവും. അപ്പോൾ നോക്കിയാൽ 100 നമുക്ക് അവിടെ പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട് 2 വീക്ക് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? 100 നമുക്ക് ഒരു യൂണിറ്റിന് വരുന്നത്. അങ്ങനെ 1,56,000 ഇൻറ്റു 2 വീക്കല്ലേ നമുക്ക് വരുന്നത്? 2 വീക്കാണ് നമുക്ക് എന്ത് വരുന്നത്? പറ, എന്ത് വരുന്നത്? നമ്മൾ വേജ് ലാഗ് വരുത്തുന്നത്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് വരുത്തുന്നത്. അത് കഴിഞ്ഞ് ഇനി ഓവർ ഹെഡ് പറയണ്ട. അപ്പോൾ ഓവർ ഹെഡ് നോക്കേണ്ട, ഔട്ട്സ്റ്റാൻഡിങ് ഓവർ ഹെഡ് ലാഗ് ഉണ്ടാകുന്ന നോക്കുക. ലാഗില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ മതി? വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടാൽ മതി. വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടെ ക്വസ്റ്റ്യനിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടുപിടിക്കുന്നു. ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? വർക്ക് ഇൻ പ്രോഗ്രസ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറയണ്ടല്ലോ, അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് കാണാം. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം, ആദ്യം നിങ്ങൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓവർ ഹെഡാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഒരു റേഷ്യോ ഉണ്ട്. എത്രയാണ്? 100, 50, 50. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ഈ റേഷ്യോ തന്നെ വേണം എടുക്കാൻ. ക്വസ്റ്റ്യൻ ഈ പറയുന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഇത് തന്നെയാണ് പറയുന്നത്, സോ ഇതെടുത്തു. ഇനി ഇതിന് വരെ എത്രയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ 50 എടുക്കുക, ഡയറക്റ്റ് ലേബർ 80 എടുക്കുക. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എടുക്കണം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത് അതുപോലെ എടുക്കാം. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് എത്ര വരുന്നുണ്ട്? 1 മിനിറ്റ്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 300 ആണ്. അപ്പം 300 ഇൻറ്റു 100% ചെയ്തപ്പോൾ എത്ര കിട്ടി? 300 കിട്ടി. ഇനി ഡയറക്റ്റ് ലേബർ 100 ആണ് അല്ലേ? അപ്പം 100 ഇൻറ്റു 50% ചെയ്തപ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. 100ൻ്റെ 50% 50, കാൽക്കുലേറ്റർ ചെയ്യാം. ഓവർ ഹെഡ് എന്ന് പറയുന്നത് 200 ആണ്. 200ൻ്റെ 50% എത്രയാണ്? 100 ആണ്. അപ്പം 300, 50, 100, 450 കിട്ടും. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ട് 450 വേണം എടുക്കാൻ.
അപ്പോൾ 1,56,000 യൂണിറ്റ്സ് ഉണ്ട്. വർക്കിംഗ് പ്രോഗ്രസിൻ്റെ എമൗണ്ട് 450. 2 വീക്കാണ് ഇതാക്കുന്നത്. അപ്പോൾ 2/52 27 ലാക്ക് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഓവർ ഹെഡ് ഇവിടെ എന്താ, ഇവിടെ സെല്ലിംഗ് പ്രൈസ്, ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ഒക്കെ പറയണത്. വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ഇതെടുത്തു. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് പറയുന്നുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യണം, ടോട്ടൽ കോസ്റ്റിലും വേണം വാല്യൂ ചെയ്യാൻ അല്ലേ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് നമുക്ക് എത്ര രൂപയായി കോസ്റ്റ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇവരെന്ത് ചെയ്തതാണ്, സാധാരണ ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ എത്രയാണോ കോസ്റ്റ് വരുന്നത്, അതായത് ടോട്ടൽ കോസ്റ്റ് എന്നിട്ട് എടുത്തിടും, അങ്ങനെയാണ് പൊതുവെ. പക്ഷേ ഇവരുടെ ഈ ക്വസ്റ്റ്യനിൽ ഇവർ അസ്യൂം ചെയ്തെടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് റോ മെറ്റീരിയൽ 300, 400, 200 കൂടി കൂട്ട് 600 വരുന്നത്. പക്ഷേ ഇവരെടുത്തേക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് 300-ന്റെ മുകളിൽ മാത്രമാണ്. അപ്പം ചില ക്വസ്റ്റ്യനിൽ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രശ്നമല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം, അസംഷനാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, അടിയിൽ നോട്ട് കൊടുക്കണം. ഡെപ്റ്റേഴ്സ് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ്, ഡെപ്റ്റേഴ്സ് ആർ വാല്യൂഡ് അറ്റ് റോ മെറ്റീരിയൽ എങ്ങനെയാണോ വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കയറും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് ഇതിൽ നോട്ട് ഉണ്ടാവും, അത് എങ്ങനെ അവർ ചെയ്തതെന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, റോ മെറ്റീരിയൽ, അതായത് നോക്കിയ ഡെപ്റ്റേഴ്സ്. ഓക്കെ, സോറി, ഞാൻ ചെറുതായിട്ട് മാറിപ്പോയി. ഫിനിഷ്ഡ് ഗുഡ്സിന് വരും ഡെപ്റ്റേഴ്സ് പറഞ്ഞു. ഓക്കെ, ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്, എന്താ ഡെപ്റ്റേഴ്സ് ആണ്. അത് വെച്ച് കണ്ടിന്യൂ ചെയ്യുക. ഡെപ്റ്റേഴ്സ് വാല്യൂഡ് അറ്റ് കോസ്റ്റിലല്ലെങ്കിൽ സാധാരണ നമ്മൾ എടുക്കാറുള്ളത് എന്തിലാണ്, സാധാരണ നമ്മൾ എടുക്കാറുള്ളത് സെല്ലിംഗ് പ്രൈസിലാണ് അല്ലേ. ഞാൻ പറഞ്ഞിങ്ങനെ രണ്ടിലെടുക്കാം. പക്ഷേ ഈ ഇതിൽ എന്താ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 600, പക്ഷെ അതിന് വരെ 300 എടുത്ത്. ഈ 300 എന്താണ്, നമ്മുടെ മെറ്റീരിയലില്ലേ ഇതിൻ്റെ മേളിലാണ് ഇവരെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി എന്താ ഡെപ്റ്റേഴ്സ് അപ്പോൾ എത്ര, 300 × 1,56,000 യൂണിറ്റ്സ് × 8/52 ക്രെഡിറ്റ് അലോവഡ് ടു ഡെപ്റ്റേഴ്സ്. അതെന്താ, ഡെപ്റ്റേഴ്സ് നമ്മുടെ കറണ്ട് അസറ്റാണ്. കാരണം എന്താ, നമുക്ക് കിട്ടാനുള്ള പൈസയാണ്. FA പഠിച്ചതല്ലേ. ഇനി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കേസിലോട്ട് വീണ്ടും വരാം. ഫിനിഷ്ഡ് ഗുഡ്സ് ഞാൻ പറഞ്ഞു വാല്യൂഡ് അറ്റ് കോസ്റ്റ്, അതുപോലെ തന്നെ 600 കോസ്റ്റിലെടുത്താണ്ട് 1,56,000 × 600 × 4 വീക്കാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യനിലുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ അവസാനമായിട്ട് പറയണത് എന്താ, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ബാലൻസ് ആയിട്ടാണ്. ക്യാഷ് അല്ലേ, കറണ്ട് അസറ്റാണ്, അപ്പോൾ കാണിക്കണം 2 ലക്ഷം. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2,09,00,000 എന്ന് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കറണ്ട് അസറ്റ് കിട്ടും. ഇനി കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, ക്രെഡിറ്റേഴ്സ് അല്ലേ, ക്രെഡിറ്റ് അലോവഡ് ബൈ സപ്ലയർ 4 വീക്കിൽ. ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്തിൻ്റെ മേളിലാണ്, റോ മെറ്റീരിയലിൻ്റെ മേളിലാണ്. റോ മെറ്റീരിയൽ എത്രയാണ്, 300 ഈ കേസിൽ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 300 ഈ കേസിൽ വരുന്നത്. അപ്പോൾ 1,56,000 × 300 × 4/52 ചെയ്താൽ മതി. ഇത് എത്ര, 52 നോക്കിയാൽ ശ്രദ്ധിക്കണം. അപ്പോൾ എത്ര കിട്ടും, 36 ലക്ഷം കിട്ടും. ഇനി ഇവിടെ കറണ്ട് ലയബിലിറ്റി ഇത് മായ്ക്കാനുള്ളതാണ്. ഓക്കെ, മായ്ച്ചു കളഞ്ഞേക്കാം. ഇല്ല, നേരത്തെ മിസ്റ്റേക്കാണ്. അതിലൂടെ എന്താ ഇത് 52. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് നമുക്ക് ഓൾറെഡി എഴുതിയതാണ്, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലേ അത്. അപ്പോൾ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി 42 ലക്ഷം. ടോട്ടൽ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി. നമ്മുടെ ഇക്വേഷൻ എന്താ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ എന്താണ്, കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറക്കണം. ഇതല്ലേ ആൻസർ എന്ന് പറയണത്. അപ്പോൾ എത്രയാ, ഓക്കെ, 2,09,000 നിന്ന് 2 ലക്ഷമല്ല, 2,09,00,000 നിന്ന് 42 ലക്ഷം കുറച്ചപ്പോൾ എത്ര കിട്ടി, 2 കോടിയാണോ, ജസ്റ്റ് 1 മിനിറ്റ്, 2 crore മൈനസ് 42 lakh. യെസ്, അപ്പോൾ കിട്ടണ എത്രയാണ്, 1,67,00,000 എന്ന് കിട്ടും. 1,67,00,000 എന്ന് കിട്ടും. ഇതിലെന്താ ഒരു 0 കുറവുണ്ട്, 1 2 3 4 5. ഓക്കെ, കറക്റ്റ്, 1,67,00,000 കിട്ടും. ഇതാണ് കേട്ടോ ആൻസർ. കറക്റ്റ് ആൻസർ ഏതാണ്, ഇതാണ്. ഈ മാർക്ക് ഹൈലൈറ്റ് ചെയ്താണ് ആൻസർ. ഇതിൽ ഒരു 0 കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഹൈലൈറ്റർ ചെയ്തിട്ട് കാണാൻ പറ്റുള്ള അല്ലേ. ഓക്കെ, ഇത് വായിച്ച വയ്യ. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളെന്താ ഇവിടെ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ് ഉണ്ട്.
ഇവിടെ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കും, ഇതുപോലത്തെ സ്ക്രീനിലായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. നമ്മളിപ്പോൾ കറൻ്റ് ഫസ്റ്റ് 10 സ്റ്റുഡൻസിന് 300 റുപ്പീസിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് സ്ലോവിലായിരിക്കും, ഓരോ ക്വസ്റ്റ്യനും ടൈം എടുത്തിട്ടായിരിക്കും സ്റ്റഡി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അതുപോലെ സിലബസ് നന്നായിട്ട് നോക്കും. സിമ്പിൾ നോട്ട്സ് ആയിരിക്കും. ഓക്കെ, ക്വാളിറ്റി ക്ലാസ് ആയിരിക്കും. ഇത് സത്യം പറഞ്ഞ ഒരു ഡെമോ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം. അതിനുള്ള നമ്പർ ഇവിടെ ഞാൻ തരാം: 77 36 15 41 67. കോൺടാക്റ്റ് ത്രൂ വാട്സപ്പ് ചെയ്താൽ മതി. ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. ഓക്കെ, സെക്ഷൻ ഈസ് ഓവർ.